നമസ്കാരം. ന്യൂട്രീഷൻ ആൻഡ് വെൽനസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സലീം, വെൽനസ് ട്രെയിനർ, ഗുഡ് ലൈഫ് ന്യൂട്രീഷൻ വെൽനസ് സെൻറ്റർ, നിലമ്പൂർ. നമ്മളൊന്ന് ഉദ്ദേശിക്കുന്ന വിഷയം ഓവർ വെയ്റ്റിനെ കുറിച്ചാണ്. ഓവർ വെയ്റ്റുള്ള ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നമുക്കിടയിൽ തന്നെയുണ്ട്. ഈ ഓവർ വെയ്റ്റ് കുറക്കാൻ വേണ്ടി പലതരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നവരുമുണ്ട്. അവസാനം എല്ലാ മാർഗങ്ങളും അടയുമ്പോൾ അവസാനം അവർ എത്തിച്ചേരുന്നത് ഒരു ന്യൂട്രീഷൻ സെൻറ്ററിലായിരിക്കും. അവിടെ നിന്ന് പ്രൊഡക്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിയുന്ന സമയത്തായിരിക്കും മറ്റു പലരും പറയുക, അത് കഴിക്കണ്ട, ആ ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് അല്ലേ, ഒരു ഷേക്കല്ലേ, അത് കഴിക്കണ്ട, അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്ന് പറയുന്നവരുണ്ട്. സത്യത്തിൽ ഈ ഷേക്ക് മിക്സ് വെയ്റ്റ് ലോസിനുള്ള പ്രൊഡക്റ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. പിന്നെ എന്തുകൊണ്ട് ഇത് കഴിച്ചാൽ വെയ്റ്റ് കുറയുന്നു എന്നാണ്. അതിനുള്ള കാരണം നമുക്ക് മനസ്സിലാക്കാം. ന്യൂട്രീഷണൽ ഷേക്ക് മിക്സ് ഒരു തരത്തിലുള്ള മെഡിസിനുമല്ല, വെയ്റ്റ് കുറക്കാനുള്ള ഒരു തരത്തിലുള്ള മരുന്നും അല്ല. പക്ഷേ ഇത് കഴിക്കുമ്പോൾ വെയ്റ്റ് നമ്മൾ കുറയുന്നു. ഇവിടെ കാലറി മാനേജ്മെൻറ്റാണ് നടക്കുന്നത്. കലോറി മാനേജ്മെൻറ്റ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിനും നിശ്ചിതമായ കലോറിയുണ്ട്. ഭക്ഷണത്തിൻ്റെ കലോറിയെ നമ്മൾ ഊർജ്ജമാക്കി മാറ്റുന്നു നമ്മുടെ ശരീരം. ഭക്ഷണത്തിലുള്ള കലോറി ഊർജ്ജമാണ്. ഈ ഊർജ്ജത്തിൻ്റെ അനുപാതം ഓരോ ഭക്ഷണത്തിലും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും വ്യത്യസ്തമായ കലോറി ഉണ്ടാവും. കലോറി ഇല്ലാത്ത ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണപാനീയം എന്ന് പറഞ്ഞാൽ അത് പച്ചവെള്ളം മാത്രമാണ്. ബാക്കി എല്ലാത്തിനും കലോറി ഉണ്ട്. കലോറി വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കലോറിയുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. 3 നേരം നമ്മൾ വെള്ള അരിയാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമിതമായ കലോറി നമ്മളെ ബോഡിയിൽ എത്തുന്നു. ബോഡി ഭാരം കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. ഉദാഹരണം, രാവിലത്തെ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു 3 ഇഡലി ദോശ അല്ലെങ്കിൽ 4 ഇഡലി ദോശ, സാമ്പാർ അല്ലെങ്കിൽ അതിലേക്കുള്ള ചട്നി, കറി, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ മിനിമം ഒരു 600 കലോറിയെങ്കിലും അതിരാവിലെ നമ്മുടെ ശരീരത്തിലെത്തുന്നു. പിന്നീട് ഉച്ച സമയത്ത് നമ്മൾ സാധാ ചോറ് കഴിക്കുന്ന സമയത്ത് അമിതമായി സ്പെഷ്യലോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു 1000 കലോറിയെങ്കിലും നമ്മുടെ ശരീരത്തിൽ എത്തുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഒരു 4 മണിക്ക് ഒരു സ്നാക്സ്, ഈവനിങ് സ്നാക്സ് കഴിക്കുന്നു. അതിലേക്കൊരു ചായ കുടിക്കുമ്പോൾ അപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഒരു 400 കലോറിക്കടുത്തെങ്കിലും എത്തുന്നു. രാത്രി ഭക്ഷണത്തിലൂടെ വീണ്ടും ഒരു 1000 കലോറി നമ്മുടെ ബോഡിയിൽ വരുന്നു. ചുരുങ്ങിയത് ഒരു 3000 കലോറിയെങ്കിലും ഒരു ദിവസം നമ്മുടെ ബോഡിയിൽ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഒരാൾക്ക് ശരാശരി വേണ്ടത് 2000 കലോറിയാണ്. അമിതമായി ജോലി ചെയ്യുന്ന ആളുകൾക്ക്, കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് 2000-ന് മുകളിൽ കലോറി വേണ്ടി വരും. ഓക്കെ, എന്തായാലും ഒരു 2000 കലോറിയാണ് ശരാശരി ഒരാൾക്ക് വേണ്ടത് എന്നർത്ഥം. എന്നാൽ നമ്മൾ ഈ തരത്തിലുള്ള ഞാൻ പറഞ്ഞ രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ചുരുങ്ങിയത് ഒരു 3000 കലോറിയെങ്കിലും നമ്മുടെ ബോഡിയിൽ വരുന്നുണ്ട്. 2000 കലോറി കഴിച്ച് ബാക്കിയുള്ള കലോറി എക്സസ് കലോറിയാണ്. ഇതിനെ ബോഡി സ്റ്റോർ ചെയ്യുന്നത് കൊഴുപ്പായിട്ടാണ്, ഫാറ്റായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും 1000 കലോറി വെച്ചെങ്കിലും നമ്മുടെ ബോഡി സ്റ്റോർ ചെയ്യുന്നു. അതാണ് നമ്മുടെ വെയിറ്റ് കൂട്ടുന്നത്. 9 കലോറി 1 ഗ്രാം ഫാറ്റാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 1000 കലോറി നമ്മുടെ ബോഡി സ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ ഒരു മാസത്തിൽ നമ്മൾ ചുരുങ്ങിയത് ഒരു 2 കിലോ, 1 കിലോ, 1.5 കിലോ, 2 കിലോ വെച്ച് ഓരോ മാസവും നമ്മൾ വെയിറ്റ് ഗെയിൻ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ തോതനുസരിച്ച് ബോഡിയിലേക്ക് എത്തുന്ന കലോറി, ബോഡി ടേക്ക് ചെയ്യുന്ന കലോറി അനുസരിച്ച് ഇതിൻ്റെ തോത് കൂടിക്കൊണ്ടേയിരിക്കും. ചിലർ അതിവേഗം വെയിറ്റ് ഗെയിൻ ആയിക്കൊണ്ടേയിരിക്കും. ഈ രീതിയിൽ നമ്മ അറിയാതെ നമ്മൾ മെല്ലെ മെല്ലെ വെയിറ്റ് ഗെയിൻ ആകുന്നു. ഇത് പിന്നീട് ശാരീരികമായ പ്രശ്നങ്ങളും മറ്റു വിഷയങ്ങളിലേക്കും എത്തുമ്പോൾ സമയത്താണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. മറ്റു പലരും നമ്മോട് പറയും അത് കഴിക്കണ്ട എന്ന്. സത്യത്തിൽ ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് എന്താണ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് കടക്കാം. രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് 600 കലോറിയാണ് എന്ന് ഞാൻ പറഞ്ഞു. മിനിമം ഒരു 600 കലോറിയോ അതിന് മുകളിലോ നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിലൂടെ നമ്മളെ ബോഡിയിൽ വരുന്നു. ഈ ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് ആദ്യം ചെയ്യുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കലോറിയെ മാറ്റിമറിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. പകരം ന്യൂട്രീഷണൽ ഷേക്ക് മിക്സാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ 100 മുതൽ 110 കലോറിയെ നമ്മുടെ ബോഡിയിൽ വരുന്നുള്ളൂ. 490 കലോറിയെങ്കിലും നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. പിന്നീട് വരുന്നത്
ഉച്ചസമയത്തെ ഭക്ഷണമാണ്. ഉച്ചസമയത്തെ ഭക്ഷണം നമ്മൾ ക്വാണ്ടിറ്റി കുറക്കാനാണ് പറയാറ്. ഉച്ചസമയത്തെ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറക്കാൻ നിങ്ങളോട് വെൽനസ് കോച്ച് പറയുന്നു. അപ്പോൾ നമ്മൾ അരിയുടെ അതായത് ചോറിൻ്റെ അളവിനെ കുറച്ച് ബാക്കി ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഉപ്പേരിയോ മറ്റെന്തെങ്കിലും കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ 1000 കലോറി എന്നുള്ളത് ചുരുങ്ങിയത് നമ്മളെ ബോഡി ഒരു 600 കലോറിയൊക്കെ ടേക്ക് ചെയ്യുന്നുള്ളൂ. അവിടെ നമ്മളൊരു 400 കലോറി 500 കലോറിയുടെ അടുത്ത് നമ്മൾ ലാഭിക്കുന്നുണ്ട്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം സ്നാക്സ് നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുന്നു. പിന്നീട് വരുന്നത് രാത്രിയിലെ ഭക്ഷണമാണ്. രാത്രിയിലും നമ്മൾ ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ അപ്പോഴും നമുക്ക് 110 കലോറിയേ വരുന്നുള്ളൂ. 1000 കലോറിയുടെ സ്ഥാനത്ത് 110 കലോറിയേ വരുന്നുള്ളൂ. ചുരുങ്ങിയത് ഒരു 1500 കലോറിയെങ്കിലും നമ്മുടെ ബോഡിയിലേക്ക് ഷോർട്ടായിട്ടാണ് വരിക. അങ്ങനെ വരുന്ന സമയത്ത് ഈ സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും മെറ്റബോളിസം അനുസരിച്ച് 2000 കലോറി അതിന് മുകളിൽ കലോറി എടുത്തിരുന്ന ഒരു ബോഡിക്ക് ശരീരത്തിന് ആ സമയത്ത് വെറും 1500 കലോറി മാത്രമാണ് ബോഡിയിൽ വരുന്നത്. ബാക്കിയുള്ള കലോറി വരില്ല. ഇല്ലെങ്കിൽ ഈ വേണ്ട കലോറിയെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യുന്നത് നിലവിൽ സ്റ്റോർ ചെയ്ത് വെച്ചത് എവിടെയാണോ അവിടെ നിന്നും എടുത്ത് ബോഡി അത് ചിലവഴിക്കുന്നു. എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മുടെ സ്കിൻ ലെയറിനിടയിൽ കൊഴുപ്പായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചത്. അവിടെ നിന്നും എടുത്ത് ബോഡി അതിനെ ചിലവഴിക്കുന്ന സമയത്ത് നമ്മൾ വെയ്റ്റ് ലോസിലേക്ക് വരുന്നു. ഈ രീതിയിൽ നമ്മൾ ഓരോ ആഴ്ചയിലും 1.5 കിലോ വെച്ച് വെയ്റ്റ് ലോസ് ചിലരും വരും, 1 കിലോ വെച്ചെങ്കിലും വെയ്റ്റ് ലോസ് സംഭവിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഒരു മാസം 3 കിലോ 4 കിലോ 5 കിലോ വരെയൊക്കെ ഓരോരുത്തരുടെ വെയ്റ്റ് ലോസ് സംഭവിക്കുന്നു. അതിൽ കൂടുതലും വെയ്റ്റ് ലോസ് വരുന്ന ആളുകളുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് കഴിക്കുമ്പോൾ നമ്മൾ വെയ്റ്റ് ലോസിലേക്ക് വരുന്നത്. അല്ലാതെ അതിൽ ഒരു മെഡിസിനൊന്നുമില്ല. നമ്മുടെ കലോറിയെ കൺട്രോൾ ചെയ്യുകയാണ് ന്യൂട്രീഷണൽ ഷേക്ക് മിക്സ് ചെയ്യുന്നത്. പ്ലസ് മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ദൈനംദിനമായി നമ്മുടെ ബോഡിക്ക് ആവശ്യമായ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഇന്നത്തെ കാലത്തെ ഭക്ഷണത്തിലൂടെ നമുക്കത് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ കാലത്തുള്ള കൃഷി രീതി കൊണ്ട് തന്നെ നമ്മൾക്ക് പലതരത്തിലുള്ള വൈറ്റമിൻസിൻ്റെ അഭാവം നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ 30ഓളം വൈറ്റമിൻസ് ആൻഡ് മിനറൽസും ബോഡിയിലെത്തുന്നു. ഇത് കൃത്യമായി ബോഡിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇത് സെല്ലുലാർ ന്യൂട്രീഷനാണ്. സെല്ലുലാർ ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ സെല്ലുകൾക്കും വേണ്ട കൃത്യമായ ന്യൂട്രീഷൻ. ഇത് ബോഡിയിലെത്തുന്ന സമയത്ത് അതിൻ്റെ ഒരു വ്യത്യാസവും നമ്മുടെ ബോഡിയിൽ കാണുന്നു. അതുകൊണ്ടാണ് ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് കഴിക്കുന്ന ആളുകൾ പൂർണ്ണമായും ഹെൽത്തി സ്കിന്നോടുകൂടി ഇരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇങ്ങനെ വരാനുള്ള കാരണം ഇതാണ്. വെയ്റ്റ് ലോസ് ആവുന്നതിനോടുകൂടി തന്നെ ബോഡിയിൽ ഒരു ചുളിവുകളും ഇല്ലാതെ കൃത്യമായി വെയ്റ്റ് ലോസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതെന്തുകൊണ്ടാണ്? കൃത്യമായ ന്യൂട്രീഷൻ അവിടെ നിന്നും ന്യൂട്രീഷണൽ ഷേക്ക് മിക്സിലൂടെ നമ്മുടെ ബോഡിയിലെത്തുന്നു. കൂടാതെ ഓരോ വ്യക്തികൾക്ക് അനുയോജ്യമായ അഡീഷണൽ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റിലൂടെ തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ന്യൂട്രീഷണൽ വെൽനസ് കോച്ച് നിങ്ങളോട് പറയുന്നു. അത് നിങ്ങൾ അതുപോലെ ചെയ്യുന്ന സമയത്ത് കൃത്യമായ വൈറ്റമിൻസ് ബോഡിയിലെത്തുന്നു. ഇത് കാരണം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയ്റ്റ് ലോസിലേക്ക് പോകുന്നു, ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ടോണിലേക്ക് വരുന്നു, ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നമ്മൾ മാറുന്നു. ഇങ്ങനെയാണ് ന്യൂട്രീഷണൽ ഷേക്ക് മിക്സ് കഴിച്ചുകൊണ്ട് നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അല്ലാതെ ന്യൂട്രീഷണൽ ഷേക്ക് മിക്സിൽ യാതൊരു വിധ മെഡിസിനും ഇല്ല. ന്യൂട്രീഷണൽ ഷേക്ക് മിക്സ് മെഡിസിനല്ല, പകരം നമ്മൾക്ക് നല്ല ഒരു ഉത്തമമായ അതിമനോഹരമായ ഒരു ആഹാരമാണ്. മറ്റേത് ഭക്ഷണം കഴിച്ചാലും നമ്മുടെ ബോഡിയിൽ എത്താൻ സാധ്യതയില്ലാത്ത അത്രയും ഗുഡ് ന്യൂട്രീഷൻ നമ്മുടെ ബോഡിയിലെത്തുന്നു. നമ്മൾ ഹെൽത്തി ആയിട്ട് മാറുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂട്രീഷണൽ ഷേക്ക് മിക്സിലൂടെ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത്. പലരുടെയും തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൃത്യമായിട്ട് ഇതിനെ ഈ രീതിയിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഇന്നത്തെ ആഹാര രീതി കൊണ്ട് നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത ഒട്ടനവധി കൊഴുപ്പുകളും മറ്റു മാലിന്യങ്ങളും പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട്, ജങ്ക് ഫുഡുകൾ കഴിക്കുന്നതുകൊണ്ട്, തട്ടുകട സംസ്കാരത്തിലേക്ക് മാറിയതുകൊണ്ട് ഒട്ടനവധി മാലിന്യങ്ങൾ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുന്നു. കൃത്യമായ ന്യൂട്രീഷൻ ലഭിക്കുന്നുമില്ല. ഇതാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്കും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം. ഓവർ വെയ്റ്റ് മാത്രമല്ല, ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ തരത്തിലുള്ള ആഹാര രീതിയാണ്. ഇത്തരത്തിലുള്ള ജീവിത രീതിയിൽ നിന്നും നിങ്ങളുടെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നല്ല ഒരു വെൽനസ് കോഴ്സിനെ കൊണ്ട് സാധിക്കും. ഇത്തരത്തിൽ നിങ്ങളെ ഹെൽത്തി ആയിട്ട് വെയ്റ്റ് ലോസ് ചെയ്യിക്കാൻ വേണ്ടി ന്യൂട്രീഷൻ സെൻ്ററുകളിലെ വെൽനസ് കോച്ചുമാർക്ക് സാധിക്കും. കൃത്യമായ ട്രെയിനിങ് ലഭിച്ചവരാണ് ഓരോ ന്യൂട്രീഷൻ സെൻ്ററിലെ വെൽനസ് കോച്ചുമാരും. ഇവരിൽ നിന്നുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ, നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ കണ്ടെത്തി അതിലേക്ക് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയ്റ്റ് ലോസ് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഇത്തരത്തിൽ വെയ്റ്റ് ലോസ് ചെയ്യുന്നതിനായി 2 തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു.
ഒന്ന് ഹെർബാലൈഫിൻ്റെ ഫോർമുല 1 ഷേക്ക് മിക്സ്, മറ്റൊന്ന് ഡാർജുനയൻ്റെ ന്യൂട്രീഷണൽ ഷേക്ക് മിക്സ്. ഈ 2 പ്രൊഡക്റ്റുകളുമാണ് ഞാൻ ഒരു ന്യൂട്രീഷൻ ട്രെയിനർ എന്നുള്ള രീതിയിൽ, ഒരു വെൽനസ് ട്രെയിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. താഴെ എൻ്റെ നമ്പറുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും ഈ ലിങ്ക് തന്നതാണ്, അങ്ങനെയാണ് നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടതെങ്കിൽ ആ ലിങ്ക് തന്നവരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ്. ഇതല്ലാത്തവർ എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ വിഷ് ചെയ്യുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടും വരേക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.